ഇന്നലത്തെ മത്സരത്തിൽ ഈ നിതീഷ് കുമാർ റെഡ്ഡിയാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് റൺസ് വഴങ്ങിയത് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം നന്നായിട്ട് ബോൾ എറിയുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി മാത്രമാണ് അത്യാവശ്യം റൺസ് വഴങ്ങിയത്. ബാക്കി എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഇഷാൻ മലിംഗയുടെ ഒക്കെ ബൗളിംഗ് എന്ന് പറയുന്നത് അവർക്ക് നൽകുന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അവർ വലിയ വിമർശനങ്ങൾ നേരിട്ട ബൗളിംഗ് യൂണിറ്റിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ പറയുമ്പോഴും അത് മെച്ചപ്പെടുന്ന രീതി ഇന്നലെ കാണുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് അഭിഷേക് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിലും ആദ്യ കളിയിൽ ചിലപ്പോൾ അത്യാവശ്യം ഒരു 30-40 റൺസ് എടുക്കുകയാണെങ്കിൽ അടുത്ത കളിയിൽ ഡക്കാവുന്ന ഒരു അഭിഷേകിനെ കാണാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം തൻ്റെ പ്രകടനത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇന്നലെ ഈ ഒരു IPL ഇന്നലത്തെ മത്സരത്തിലൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം, ഇപ്പോൾ പറയാത്തൊരു കാര്യം കൂടി പറയുന്നത്, നമുക്ക് സിക്സർ നോക്കുകയാണ്. അദ്ദേഹം ഇന്നലെ 10 സിക്സറുകളാണ്, അതായത് ബൗണ്ടറികൾ നോക്കുകയാണെങ്കിൽ 20 ബൗണ്ടറികൾ, 10 ഫോറും 10 സിക്സറുകളും. അതിൽ തന്നെ അദ്ദേഹം ഈ 10 സിക്സറുകളൊക്കെ IPL നേടുക എന്നുള്ളത് തന്നെ, അതായത് ഒരു മാച്ചിൽ നേടുക എന്നുള്ളത് തന്നെ അപൂർവ കാര്യങ്ങളൊന്നാണ്. അത് ഇദ്ദേഹം ഒന്ന് ഗെയിലിന് പുറമെ പിന്നെ അഭിഷേക് ശർമ്മയാണ്. അത് ഈ അഭിഷേക് ശർമ്മ 2ാം തവണയാണ് എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സൺറൈസ് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് നിര വലിയ രീതിയിൽ മെച്ചപ്പെടുന്നു. അത് അഭിഷേക് ശർമ്മയൊക്കെ അവിടെ ഫോമായി നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചുണ്ടാകുന്ന വലിയൊരു ഇത് പിന്നീട് മറ്റുള്ള ബാറ്റർമാർക്കൊന്നും കാര്യമായിട്ട് നോക്കേണ്ട കാര്യമല്ല. കാരണം ഇവർ തന്നെ നന്നായിട്ട് അടിക്കുന്നു. ഇപ്പോൾ ക്ലാസ്സിനാണെങ്കിലും അഭിഷേക് ശർമ്മയൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെയാണ് അവർ ഇന്നലെ തുടക്കത്തിൽ ഇപ്പോൾ പവർ പ്ലേയിൽ ഒരു 67 റൺസ് എടുത്ത് അവർ തുടക്കം ഗംഭീരാക്കിയെങ്കിലും പിന്നീട് അവർ ശരിക്കും മിഡിൽ ഓവറുകളും ഇതേ അവസ്ഥയാണ്, ആഞ്ഞടിക്കാണ്. ശരിക്കും അഗ്രസീവായിട്ട് ഇവർ നന്നായിട്ട് കളിക്കുന്നു. ആ മിഡിൽ ഓവറുകൾ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വലിയ നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്കോറ് ഇത്രത്തോളം ഉയരാനും അത് പിന്നീട് അവരുടെ ടീം ടോട്ടൽ അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനും ഇടയാക്കിയത്. ബൗളിംഗ് നിരയും അതോടൊപ്പം തന്നെ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതായത് ഡൽഹി ക്യാപിറ്റൽസിനെ ഒരു തരത്തിലും പിന്നീട് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം കൊടുക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അവരുടെ പല ബാറ്റർമാരും ശ്രമിച്ചെങ്കിലും ഇപ്പോൾ KL രാഹുൽ ആണെങ്കിലും അതുപോലെ തന്നെ നിതീഷ് റാണയാണെങ്കിലും ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിൽ ഒരു ശ്രമം നടത്തി, ഒരു തിരിച്ചുവരവിനുള്ള ഒരു ശ്രമം, അതായത് മത്സരത്തിൽ തിരിച്ചു വരണം, ജയിക്കണം എന്നുള്ളൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും അവരുടെ ബൗളർമാർ, ഹൈദരാബാദിൻ്റെ ബൗളർമാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അവർ പിന്നീട് മത്സരത്തിലേക്ക് വലിയ തോതിൽ തിരിച്ചു കൊണ്ടുവരാൻ ഈ ടീമിന് ബാറ്റർമാർ എങ്ങനെയാണോ സംഭാവന ചെയ്തത് അതുപോലെ തന്നെ ഞങ്ങളും കൂടി നൽകണം എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരും ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവരുടെ മത്സരം അവരും കൂടി പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ ആ ഒരു മത്സരം ശരിക്കും ഹൈദരാബാദിൻ്റെ വരുതിയിലായത് എന്നുകൂടി പറയാം.